KSRTC വണ്ടി ആയതുകൊണ്ട് ഫ്ലൈറ്റ് പൊന്നിന് മുമ്പ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് ഇത് പൊട്ടിക്കാൻ പറയാം എവിടെ പോകുന്നുള്ളതെന്ന് കുറച്ചായിട്ടുള്ള വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നടന്നാ പറയാ ഇത്ര കണ്ടല്ലോ അല്ല ഈ സമയം കിട്ടിയത് എന്തോ ഭാഗ്യം എന്ന് പറയാം ഏകാനും നിമിഷകം അപ്പൊ നമ്മളെങ്ങോട്ടാ പോകുന്നത് ഒരു കാര്യം പറയാനില്ല കാണിക്കാനുണ്ട്. Hi guys, welcome to next day. Yeah. ഇപ്പോൾ 5-ാം തീയതി രാവിലെ 7:52 സമയം. ഇന്നാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ ഇൻ്റർനാഷണൽ ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അതെ അതിൻ്റെ ദിവസം. അപ്പോൾ 10 മണിക്കാണ് നമ്മളോട് സെറ്റായിട്ട് വരാൻ പറഞ്ഞത്. പക്ഷേ നമ്മളിന്ന് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് ബിക്കോസ് വി ഹാവ് കുറച്ച് വീഡിയോസ് ടു എഡിറ്റ്. സോ രാവിലെ തന്നെ എണീച്ച് എഡോബ് പ്രീമിയർ പ്രോ എടുത്തിട്ടുണ്ട്. പിന്നെ അയ്യോ ഏതാ ആംബിയൻസ് 8th ഫ്ലോറിലാണല്ലോ കേട്ടോ. ഇന്നലെ മഴ പെയ്തുകൊണ്ട് മോനെ വിഷയക്കണം. സോ ഒരു ചായ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണി മുതൽ 10 മണി വരെ ഉണ്ട്. ഇവിടെ ചായ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നോക്കി നോക്കാം ചായ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി നോക്കാം. പാൽപ്പൊടി ചായ ഉണ്ടാക്കി ശീലമില്ല, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നു. മറ്റേത് പാല് 1/2 ഗ്ലാസും വെള്ളം 1/2 ഗ്ലാസും വിടാനാണ്. അതോ വേണ്ട, ഇത് കിട്ടല് സാധനം കേട്ടരൂലേ? അല്ല ചൂടാക്കിയിട്ട് ഇത് വയ്ക്കലല്ലേ ഇതിക്ക്, അങ്ങനല്ലേ? അങ്ങനെയാണ് ഇത് സംഭവം വർക്ക് ചെയ്യലെന്നാണ് എൻ്റെ ഒരു നിഗമനം. Let's see. അവിടെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, 2 കമൻറ്റ് ഇടുക, ബെല്ലൈക്കൺ നിൽക്കുക. പറ്റണമെങ്കിൽ ഇതൊക്കെ പറ്റണമെങ്കിൽ ചെയ്തോളൂ, ആവശ്യം വരും. ഇത് ചൂടാവുണ്ട് കേട്ടോ സാധനം. സൗണ്ട് ഇതെന്തിനാ? ഓക്കെ കമോൺ തുറന്നാ ഓഫ് ആവും തോന്നുന്നു കേട്ടോ. ചായ കുടിച്ചിട്ട് ഇനി നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാം. ഇത് ലോക്കായിട്ടില്ല. ഇന്നലെ കുറേ നേരം ഇത് കിടന്ന് ഇങ്ങനെ പി അടിച്ച് കണ്ട. ഇനി ആരെങ്കിലും വന്നുകൊണ്ട് വെറുതെ തുറന്നിട്ട് ഉള്ളിൽ കയറും. നമ്മൾ മുറക്കി അടിക്കണം. റെഡി. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. ഓ എന്താ ലൈറ്റല്ലേ? ഇതേ അനന്ത സർവാട മക്കളെ എന്നുള്ള കാണുന്നുണ്ടോ? കാണുന്നില്ല. എന്തൊക്കെയാ ഗൈസ്, എന്തൊക്കെയല്ലേ ഞാൻ പറയണം. നമ്മൾ ഫുഡ് ആവാം. എങ്ങനെയുണ്ട്? ഇത് ക്ലിയർ ഉണ്ടോ? നല്ല വ്ളോഗ് നല്ല ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓസ്മോലെടുക്കണേ. റെസ്റ്റോറൻറ്റ് ജി പൂളൊക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് അടിച്ച് ഗൈസ്, നമുക്ക് റെസ്റ്റോറൻറ്റ് അടിച്ച് നമുക്ക് റിസപ്ഷനിൽ ചോദിച്ചേക്കാം റെസ്റ്റോറൻറ്റ്. അയ്യോ ജിയിലെ റെസ്റ്റോറൻറ്റ്, പക്ഷെ ജിയിലെ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്ത് പോയി. നമുക്ക് റിസപ്ഷനിൽ ചോദിച്ചു നോക്കാം. ഇതാണ് ബോർഡ് റൂം ബാങ്ക്വറ്റ് ഹാൾ. സെറ്റിങ്സ് ഒക്കെ റെഡി ആവണം കേട്ടോ. ഇഡ്ഡലി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ആംബിയൻസ് എന്നിട്ട് മാച്ച് ആവണില്ല. ഞാനൊരു ശരിയായ മണ്ടനാണ് കേട്ടോ. ഞാൻ ഇത് ഊരിട്ടാണ് പോയത്. അത് ഊരിയ കറണ്ട് പോകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല.
ഞാൻ അവിടെ മാക്കൊക്കെ ചാർജിനൊക്കെ ഇട്ട് വരുമ്പോൾ ഒന്ന് ചാർജൊക്കെ ഫുള്ളാവുമെന്ന് വിചാരിച്ച്. പക്ഷെ ഇത് ഓഫായി കിടക്കുന്നു. ഇത് അടിക്ക് പോകുന്നതാ. സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്ത വരെ ഒന്ന് കാണിച്ചു തരാം. അഫ്ലമി ക്വാറൻ്റ് കൊണ്ടുപോകും. ഇതൊന്ന് തീരുവിൽ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടോ. അത്രേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. അയ്യോ എന്നാ പണ്ടുവേ. നോക്കാം എന്ത് ചെയ്യാൻ പറ്റുക നോക്കാം. ഫുഡ് അടിപൊളി കേട്ടോ, നല്ല ഫുഡ് ചെയ്യുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, കഴിച്ചു. അപ്പം ഇനി ഇറങ്ങുമ്പോൾ നോക്കാം. എൻ്റെ എക്യുപ്മെൻറ്റ്സ് കാണിച്ചു തരണോ? എക്യുപ്മെൻറ്റ്സ് അങ്ങനെ കാണിച്ചു തന്നീന്നോ? എന്നെ കുറച്ച് കാണിച്ചിട്ട് ഗായ്സ് എല്ലാം എടുത്ത് വിചാരിക്കുന്നു. ചെക്കിങ് ഔട്ട് ചെക്കൗട്ടേയും പോകണം. ബാഗ് എടുത്തു, ട്രോളി എടുത്തു. മൊഹീം ഖാൻ താഴെ കാത്തു നിൽക്കുന്നുണ്ട്. മസ്റ്റ് ഗോ ഡൗൺ. ആർ യു എക്സൈറ്റഡ്? ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആണ്. എല്ലാവരും എക്സൈറ്റഡ് ആണെന്നാണ് തോന്നുന്നത്. ഇസ്തിടാൻ പറ്റില്ല കേട്ടോ. അയ്യോ ഓക്കെ. ഹെവി ബാഗ് കേട്ടോ. ഞാൻ എന്തൊക്കെയോ വ്ളോഗിൽ ചെയ്ത് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ വെറുതെ ഇങ്ങനെ എടുക്കുകയാണ്. നിങ്ങൾ കാണണ്ടോന്ന് എനിക്കറിയില്ല. ചെക്കൗട്ട് ചെയ്ത് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ പോകാം. മുട്ട ബലൂണ് സ്വീറ്റ് സലൂണ് ഈ സാധനം ഒന്ന് മേടിച്ചാലോ? സാധനം കൊള്ളാട്ടോ. ഇതേ ഗ്ലാസ് ആത്തി. ഹായ് പറയൂ. സുഖമല്ലേ? ഡിക്കിലേക്കാ? എന്ത് സഹിയ ബിൽഡിങ്ങിന്റെ പേര് ഓ സൈബർ പാർക്ക് എന്ന ക്യാമ്പസിന്റെ പേര്. ഇവിടെ ഇനിയും കുറെ. ഞാൻ ആദ്യം സൈബർ പാർക്ക് ചെയ്ത വിചാരിച്ചെന്ന് അറിയാം. അവിടെ ഉണ്ടല്ലോ പോലും. ഫുള്ള് പാക്ക് ചെയ്താ എടക്ക് പോകണം. ഹായ്. ഓ അവിടെ വർക്കിംഗ് ആണ്. ഒരു കോണ്ടന്റ് ഉണ്ടായിരുന്നു. എന്താ പറയാ? നമ്മളെല്ലാവരും കറക്റ്റ് ടൈം എന്നാ പറഞ്ഞത്. 2 മണിക്ക് താഴെ വണ്ടിയിൽ കയറാനാണ് ഷെഡ്യൂൾഡ് ടൈം. 2:30 വരെ നമുക്ക് ലേറ്റ് ആയാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ റിസ്ക്കിയാണ് വല്ലാണ്ട് ലേറ്റ് ആക്കുക. രണ്ടാമത്തെ ടീം ഫോട്ടോ എടുക്കാൻ ഇതേ സമയത്ത് 1:30 മണിയാകുമ്പോൾ ഇപ്പം എങ്ങനെ ഇത് കഴിക്കാൻ പറ്റൂലെന്നൊന്നും എനിക്കറിയില്ല, ഗ്യാരണ്ടി ഇല്ല. ഹാൻഡ് ഷവർ വേണമെങ്കിൽ വീഡിയോയിൽ എടുത്തോ. ഹാൻഡ് ഷവർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബക്കറ്റും പാട്ടയിലേക്ക് കുപ്പി കയ്യിൽ വെക്കുക. അത് നീ ആര് നിക്കണ്? ഇപ്പൊ ഞങ്ങളെ മോനെ ഞാനിവിടെ എഡിറ്റിംഗ് സമയം 5 യൂറോപ്യൻ കൺട്രീസിലാണ് ഇങ്ങനെ വിസ. തുർക്കി പോണെങ്കിൽ ദുബായിന്റെ വില കൂടെ ഓ അപ്പൊ മിസൈല് വീണ് കൺഫേം. ദുബായിന്റെ മേലെ കൂടി പോയാൽ മിസൈലിന്റെ അടി കൂടി ഇങ്ങനെ പോകണ്ടേ?
ഞാനൊരു വ്ളോഗ് എടുക്കട്ടെ. എൻ്റെ പ്രേക്ഷകരോട് എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ഹൈ ഗായ്സ്, സംഭവങ്ങൾ എവിടം വരെ ആയി എന്ന് ചോദിച്ചാൽ ഒരു ടീം പോയി. ഒരു ടീം നമ്മൾ 2 ടീമായിട്ടാണ് പോകുന്നത്. ഒരു ടീം ആദ്യം പോകും. ആദ്യം ടീം എവിടേക്കാണ് പോകണമെന്ന് ഒന്നും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ വണ്ടിയിലുള്ളവർക്കും അറിയില്ല അവരെവിടേക്ക് പോകണമെന്ന്. അവർ എത്തുമ്പോഴേക്കും അറിയാം അവർക്ക് എവിടേക്ക് പോകണമെന്നുള്ളത്. ആകെ അവർക്ക് അറിയണ ഒരു ഹിൻറ്റ് 7 മണിക്ക് ഫുഡ് കഴിക്കാൻ അല്ല ഡിന്നർ കഴിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തി തരും എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ അവർ ആ വണ്ടിയിൽ ട്രാവലിങ് കഴിക്കണം. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ദൂരത്തുള്ള എവിടേക്കിലേക്കാണ് എയർപോർട്ട് ആവാനോ ചാൻസ്. ഒന്നെങ്കിൽ കൊച്ചി, തിരുവനന്തപുരം, അറിയില്ല, നോ ഐഡിയ. ഒരു 2 മണിക്ക് ഇറങ്ങി. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നത് 7:00-ക്കാണ്. അതിന് കോഴിക്കോടാണോ കൊച്ചിയാണോ ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ 2 സംഭവങ്ങളാണ്. നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് ഇറങ്ങും. ആണോ? ആണെന്ന് തോന്നണം. അപ്പോൾ അതുവരെ എന്താ പണിയെന്ന് ചോദിച്ചാൽ, ഈ സമയം കിട്ടിയത് എന്തോ ഭാഗ്യം എന്ന് പറയാം. എനിക്ക് 3 കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കാണ്ടേത്. അത് 2 തീർത്ത്. യെസ്, ഇറ്റ് വാസ് എ ബോണസ് ഫോർ മീ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യത്തിൻ്റെ കിടപ്പ്. ഞാൻ അങ്ങനെ വിഷ്വൽസ് എങ്ങനെ ഇതിലിടുന്നുണ്ട്, എനിക്കറിയില്ല ഇതെങ്ങനെ വരിക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 3 വീഡിയോൻ്റെ ഔട്ട് അല്ല. ഇന്നിപ്പോൾ എത്ര വീഡിയോ എടുത്തു? ഇന്ന് 2 ഇല്ല, ഇന്നൊരു വീഡിയോ എടുത്തുള്ളൂ. ഇന്നൊരു വീഡിയോ എടുത്തുള്ളൂ. ഒന്ന് എഡിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പം ടക്ക് എഡിറ്റിംഗ് ആണ് എൻ്റെ പരിപാടി ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ. ഇന്നെ കാത്തിരുന്ന് കാണുക. എവിടെ കാണുന്ന ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യുക. ഹായ്, ഇതെന്താ പരിപാടി? കോളാണ്. അത് ആരില്ല, ക്ലൈന്റ് മീറ്റിങ്ങിലാണ് അല്ലേ ബ്രോ? ക്ലൈന്റ് മീറ്റിങ്ങിലാണ്. അയ്യോ, ഹായ്. എന്താണ്, ബോറടിക്കണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഒന്ന് ഉറങ്ങോ സുഹൃത്തെ? നിങ്ങൾ എന്തേന്ന് പണി? മിഞ്ഞാൻ തുടങ്ങിയ പരിപാടിയാണ് ടൈപ്പിംഗ്. ടൈപ്പിസ്റ്റ് ജോലിക്ക് വല്ല അപ്ലൈ ചെയ്തൂടെ? എത്ര സ്പീഡ് എത്ര നിങ്ങളെ? 86 പോരാ. എന്തിനാണ് ഈ സ്പീഡ് ടെസ്റ്റ് ചെയ്യണത്? 120 വരെ എത്തിക്കാൻ എനിക്കൊരു വെല്ലുവിളി കിട്ടി. തായ് മസാജ് കിട്ടുമെന്ന് പറഞ്ഞു. തായ് മസാജ് ആണോ നമുക്കറിയത്തില്ലല്ലോ. പോകുന്ന സ്ഥലത്തെ മസാജ് എന്നാണ് പറഞ്ഞത്. പക്ഷെ മസാജ് അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 120 എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അതിപ്പോൾ നടക്കുമെന്നുള്ളത് ഒരു ഡൗട്ടാണ്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും. അതെ. ഓക്കെ, നിങ്ങൾക്ക് എന്താ പണി? ഒരു പണിയില്ല. ഒരു പണിയിലിരിക്കുന്ന എന്നാ 2 ഗിറ്റാർ വായിക്കും. ഇവിടെ എന്താ പരിപാടി? എന്താ പരിപാടി നിങ്ങൾക്ക്? ഫോൺ എക്സ്പ്ലോറിങ് ഫോൺ. ഓക്കെ, അവിടെ ഫോൺ എക്സ്പ്ലോറിങ്. ഓഫ്, നമുക്ക് കുറച്ച് ഗിറ്റാർ വെച്ചാലോ? എന്ത് പൊടി പിടിച്ചെടുക്കുന്ന ഗിറ്റാറൊക്കെ. സുഹൃത്തുക്കളെ, ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. എൻ്റെ ഷൂ ഫുള്ള് നനഞ്ഞ് പിണ്ടിയായിരുന്നു. അത് എന്നിട്ട് ഞാൻ ഉണക്കാനിട്ടു. എവിടെ ഉണക്കാട്ടെന്ന് അറിയോ? ദിസ് ഈസ് അവർ ഫയർ എക്സിറ്റ്. അടിച്ചാൽ ഷൂ അവിടെ ഉണ്ട്. വെൽക്കം. എൻ്റെ ഷൂ അവിടെയായിരുന്നു, ഞാൻ കാണിച്ചു. ഗായ്സ്, ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ്. സമയത്തായി 6:30. നമ്മൾ 7:00 ഇറങ്ങാൻ പറഞ്ഞേ. 6:30 ഇറങ്ങാൻ പറഞ്ഞേ. അല്ല, ഞാൻ 7:00 കിട്ടുന്നാല്
നമ്മളെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോവുകയാണ്. നമ്മളെ കൂടെ അനസ് എടുത്തോടിക്കൊണ്ട് എടുത്തോടി ഇല്ലെങ്കിൽ വെറും അനസ്. എന്താ അനസാണ്? വെറും അനസ്. ഫുഡൊക്കെ നിൽക്കണ്ടോ? ഡിന്നർ ഇല്ല എന്നാ പറഞ്ഞത്. കഴിച്ചിട്ട് ഫ്ലൈറ്റാണോ എന്താണോ അവന്മാരെ വിളിച്ചിട്ടാണ്. അവന്മാർ അപ്പുറത്തുള്ളവർ ഫോൺ എടുക്കില്ല. അവിടുന്ന് ഒന്നും കൊണ്ട് പാസ് ചെയ്തതാണ് ഇൻസ്ട്രക്ഷൻ. മുട്ട ബലൂണ് ഇതെന്താ ബുൾസയോ? എന്നിട്ട് രസമുണ്ടോ ബുൾസേ? ബ്രെഡാണോ ഒന്ന്? 8 മണിക്കൂർ പട്ടിണിയുണ്ട്. എക്സ്ട്രാ 4 മണി പറഞ്ഞോടി. കഴിഞ്ഞു വാങ്ങരും. ഇതെവിടെ ഇടരുതെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഇത് എന്താ അല്ല, അതിന് കൺസെന്റ് എഴുതാൻ പറഞ്ഞിരുന്നു. എഴുതിനാ? ഇല്ല, അവള് പറഞ്ഞിട്ടില്ല. ഫോട്ടോ ഇടണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. വിചാരിച്ചിട്ടുണ്ടോ? ലക്ഷങ്ങൾ വരുന്ന സബ്സ്ക്രൈബേഴ്സ് കാണുന്നതൊക്കെ അതിലൊരു 4-5 പൂജ പണ്ട് യൂട്യൂബ് ചാനൽ നല്ല പേര് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അബ്ദുള്ള സാബിത് പുളിശ്ശേരി. That is a brand. ബ്രാൻഡ് അത്യാവശ്യം ഉണ്ടാവില്ല പണ്ടത്താണെങ്കിലും. ചിരിച്ചു നോക്ക്. ചിരിക്ക് പല്ല് ചെറിയ കുട്ടികളുടെ എന്ത് ജ്യൂസ്? മാങ്ങ ജ്യൂസാ നോട്ടെ. M4 തല വെച്ച് പറ്റിക്കുന്നോടാ ശരിക്കും ഇതല്ല എന്റെ ചാനൽ. ഇത് പറ്റാ ഇത് കണ്ട് നിങ്ങൾ നെറ്റും. സുഹൃത്തുക്കളെ ഇവിടെ അടിപൊളിയാണ് സംഭവങ്ങളൊക്കെ. ഇതുവരെ അടിപൊളിയല്ലേ? അടിപൊളിയായാൽ മതി. എന്താ അടിപൊളിയാവാം? ആര്? ഓംലേറ്റ് അടിപൊളിയാണ്. ട്രിപ്പ് അടിപൊളിയാവണോ? സുഹൃത്തുക്കളെ ഇനി കുറച്ച് വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അല്ലേ എഡുവിനെ? കുറച്ചായിട്ടുള്ള വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നിൽക്കണ പോരെ? ഇത്ര കണ്ടല്ലോ. അപ്പോൾ കുറച്ച് കാണാം. ഹായ്, വ്ളോഗ് ഉണ്ട് കേട്ടോ. നമ്മളെവിടേക്ക് പോണ്? ഒത്തില്ല. നമ്മളെവിടേക്ക് പോണെന്ന് ചോദിച്ചു. ഓ ഏതാ വൈബ്? എല്ലാരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? എത്ര മണിക്കൂറ്? നീ ഡ്രൈവർ ആക്കോടിച്ചിരിക്കൂട്ടോ. ഫ്രൂട്ട്സ് വാങ്ങാം. എക്സാക്ട്ലി. കൊച്ചിയാണ് 6 രാവിലെ എത്തുള്ളൂ. രാവിലെ എയർപോർട്ടിൽ എത്തുള്ളൂ. ഇതൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഇങ്ങനെ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. എവിടേക്കാണ് പോകണമെന്ന് അറിയാം. എവിടേക്കാന്ന് അറിയാമോ? നമ്മള് മുയിക്കാൻ ആൾക്കാരാ. ഒന്നും മുയിങ്ക സ്ഥലം കിട്ടിട്ടാ. തിരുവനന്തപുരം. ആ കണ്ണെന്ന് പറഞ്ഞു നോക്കട്ടെ. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ. കൊച്ചി കൊച്ചി കൺഫേം ആയി. കൊച്ചി എയർപോർട്ട് കൺഫേം ആയി. മൂപ്പര് പറഞ്ഞോ. എന്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ എയർപോർട്ട്, കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ കാലിക്കറ്റ്
കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. എവിടെ ഉള്ളത്? നിമിഷ പ്രവീൺ എന്നെ CCJ യാ? എന്താ കാലിക്കറ്റ് Yes, CCJ. CCJ ലാ, yes. CCJ to unknown. To Thailand. Thailand. This is the ticket of India. ഇത് പൊട്ടിക്കാൻ പറയാ എവിടെ പോകുന്നുള്ളത് ഇന്ന്. എക്സ്പ്രസ് ഉണ്ട്. മലയാളത്തിലോ? കുഞ്ഞാണല്ലേ? ഏകാനും നിമിഷങ്ങൾക്കകം അറിയാൻ പറ്റും എവിടെയാണെന്ന്. അറിയാൻ പോകുന്നില്ല. അതിന് സാധനം മാറ്റിക്കൊണ്ടിരിക്കുക. അറിയാനുള്ള സാധനം അറിയാതിരിക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത്. അതൊക്കെ മാറ്റി വെച്ചാ മുനീറെ കണ്ണു ചെന്ന്. ഏകാനും നിമിഷങ്ങൾക്കകം അറിയാൻ പറ്റും ഞങ്ങൾ എടുക്ക പോണം എന്നുള്ളത്. ഓ എന്താ രാമേന്ദ്ര എന്താ ഒപ്പം നിൽക്കണ്ട്? പാസ്പോർട്ട് എന്റെ പാസ്പോർട്ട്. ഞാൻ വേറെ പോവാ. ഞാൻ വേറെ ഫ്ലൈറ്റിലാട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മുമ്പ് പോവാ. മുമ്പത്തെ ഫ്ലൈറ്റില് ശരിക്കും 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഇതിനാനൊന്നുമല്ല. ഫോട്ടോ ഒന്നും മനസ്സിലാവണ്ടടാ. ആ ഒരു കർവ് ഉണ്ടാവും ഇന്ത്യന് ബാക്ക് പോക്കറ്റ് ഇട്ടോണ്ട്. അല്ല ഇതില് സ്റ്റാമ്പ് ഉണ്ട്. ഇതിൽ സ്റ്റാമ്പ് അത് ഞങ്ങൾ മൂന്നാളും വേറെ ട്രിപ്പാ. നമുക്ക് അടിപൊളി ഫ്ലൈറ്റാ. ക്ലാസ് എല്ലാരും നന്നോ? നിമിഷങ്ങൾ മതി. ഒന്നുകൂടെ അപ്പൊ നമ്മളെങ്ങോട്ടാ പോണേ? ധനാം. അതെവിടെ? അപ്പുറത്തെ ഗ്രൂപ്പ് ഇപ്പോഴും കത്തിയിട്ടില്ല. കുറച്ച് വേണ്ടി കത്തിച്ചാൽ അതേത് ഓ അങ്ങനെ വിയറ്റ്നാമാണ്. വിയറ്റ്നാം. വിയറ്റ്നാം. ഇനിയൊരു ടിസ്റ്റ് ഉണ്ടാവും. അല്ല അതെടുക്ക താനെ നന്ന സുഹൃത്തുക്കളെ നമ്മളെ വിയറ്റ്നാം കാണാൻ. വിയറ്റ്നാം പോകാൻ പറ്റും. കോലംപൂർ വഴി വിയറ്റ്നാം. ടിക്കറ്റ് ഞാൻ കണ്ടില്ല. കുറച്ച് ഉറക്കം വായിച്ചു. അപ്പൊ എന്റെ തായ്ലാൻഡ് കട്ട് ചെയ്ത് വെക്കാം. തായ്ലാൻഡ് കട്ട്. ഇന്നലെ ഇട്ട റീലിലെ കമന്റ് കണ്ടില്ല? ഓക്കെ. നമ്മൾ ഫസ്റ്റ് ഇത് മുതലേ പറയുന്നതാണ് വിയറ്റ്നാം. വിയറ്റ്നാം തന്നെ വിയറ്റ്നാമിൽ പറഞ്ഞു ഡനാങ് കറക്റ്റ് പറഞ്ഞു. അതിന്റെ അകത്തുള്ള ഒരു ഡ്രാഗന്റെ സ്ഥലവും പറഞ്ഞു. ഇനിയൊരു നമ്മുടെ ഡ്രാഗനൊക്കെ ഉണ്ടോ? അവിടെ ഉള്ള ഒരു ഇനിയൊരു ടിസ്റ്റിനുള്ള സാധ്യത. ഡ്രാഗൺ കുഞ്ഞുണ്ടോ? ഫ്ലൈറ്റ് അവിടം വരെ പോയിട്ട് പിന്നെ വേറെ ഫ്ലൈറ്റ് കയറാൻ അതിനുള്ള ബഡ്ജറ്റ് ഒന്നും കേൾക്കില്ല. ബഡ്ജറ്റ് അതിനുള്ള കയ്പില്ല. നീ കേട്ടത് ശരിയാ. കാണ്ടലേക്ക് വരണ ഇത് ശരിയാ. അതിനിപ്പോ പാട്ടും പാടുണ്ടോ? ആ ഞാൻ പാട്ടും കേട്ടു. എനിക്കങ്ങനെ ഇവനേതാ? അയ്യോ ഞാൻ ഉടനിട്ടില്ലല്ലേ. വിയറ്റ്നാം കാണില്ല. അപ്പോ ഫോണുണ്ടോ? ഈ ചിരി എന്തായാലും വിയറ്റ്നാമിന്റെ പൊലിവാ. അമ്മേ ഡ്രാഗണോ? ഡ്രാഗന്റെ കുഞ്ഞുണ്ടോ ഇവിടെ? നമ്മളെങ്ങോട്ടാ പോണേ? എനിക്ക് ധനാമെന്ന് പറഞ്ഞ ആദ്യം കത്തിയില്ല. ദമാമാണോ? ഓർക്കറിയില്ല. അപ്പൊ അവിടെ നമ്മൾ കാണും. പക്ഷേ കഞ്ഞി ഫ്ലൈറ്റിലല്ല. അതും കഞ്ഞല്ലേ? മലേഷ്യൻ എയർവേസ്.
ഈ കോലാലംപൂർ മലേഷ്യയാണോ? കൊല്ലാലംപൂർ ഓ അപ്പൊ ഞാൻ മലേഷ്യ വയ്യ പോണം. ഓ ഫുൾ സർവീസ് കാരിയറാണ്. തിരിച്ചു വരുമ്പോൾ എത്ര വേണമെങ്കിൽ തിന്നാനും കിട്ടും. അങ്ങനല്ല ചോദിച്ചാൽ പിന്നെ കൊടുക്കും. എത്ര ആണെങ്കിലും കുടിക്കാനും കിട്ടും. ഇതില് പച്ചവെള്ളം കിട്ടുമോ? ഫുഡുണ്ട്. പച്ചവെള്ളം കിട്ടൂല, മറ്റേ അമേരിക്കാനോ കിട്ടും. ആ കറുത്ത കപ്പ് കട്ടൻ കാപ്പി. ചായ ഇല്ല. അപ്പൊ ഈ മലേഷ്യക്ക് എത്ര മണിക്കൂറാ? 4 മണിക്കൂറാ? പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പഴയ റിംഗറ്റ് ഉണ്ട്. റിംഗറ്റ്സ്. ആവശ്യമുണ്ടോ? നമുക്ക് ഫ്ലൈറ്റ് ഒന്നും വാങ്ങിക്കുന്നു. അവിടെ എത്ര ദിവസം? എൻ്റെ അടുത്ത് 20 മിനിറ്റ്. എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. ഫുൾ റീപാക്ക്. നീ ഇവിടെ ഗായ്സ്. അപ്പോൾ ലൊക്കേഷൻ മനസ്സിലായില്ലേ? നമ്മൾ പോണത് ശരിക്കും വിയറ്റ്നാമിലോട്ടാണ്. വിയറ്റ്നാം ദ ഡങ്ക് അങ്ങനത്തെ സ്ഥലം, ഡനക്. പക്ഷെ നമ്മൾ ഫ്ലൈറ്റിൽ എണ്ണ കുറവായതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് വിയറ്റ്നാമിലോട്ടുള്ള ഫ്ലൈറ്റ് ചെയ്യുന്നു. 9 hour ഫ്ലൈറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ വണ്ടിയിൽ എണ്ണ കുറവായതുകൊണ്ട് നമ്മൾ മലേഷ്യ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ഫ്ലൈറ്റ് കയറിയിട്ട് പോവാം. യാ മാഷാഅല്ലാഹ്. താങ്ക് യു ഷാദ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഷാദ് ആൻഡ് മുഹൈബിക്ക. ഞാൻ എന്തൊക്കെ പറഞ്ഞു പഠിച്ചോനെ. ഇനി ഇവിടെ ഇപ്പോൾ ഡാൻസ് പഠിക്കുക വരും. താനെ ഇനി റീൽസ്. ഇനിയാണ് റീൽസോളികളുടെ സമയമാണ് ഇനി. ഏത് ഡാൻസ് കളിക്കണേ? പവയമല്ലേ? ഇതേതാ? സ്റ്റെപ്സ് ഓൺലി. സുഹൃത്തുക്കളെ, അപ്പോൾ ബാക്കി ഫ്ലൈറ്റിൻ്റെ വിവരങ്ങൾ കാണാം. ഇവിടെ കുറച്ച് ഫസ്റ്റ് ഫ്ലൈ ചെയ്യണവരുണ്ട്. എഡ്വിൻ എവിടെ? എഡ്വിൻ പറയൂ. ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ? യെസ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ്. പറയൂ. അങ്ങനെ ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ക്യാൻവാസിൽ ആദ്യത്തെ സീൽ പതിഞ്ഞിരിക്കുന്നു. സോ വെരി ഹാപ്പി. ഹൗ ഡു യു ഫീൽ? ഐ എം വെരി ഹാപ്പി. ഇവിടുന്ന് നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ ആദ്യമായിട്ട് പോകാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷം. എക്സൈറ്റഡ് ആണ്? വെരി എക്സൈറ്റഡ്. എവിടെ മേഘ എവിടെ? ആ മേഘന. ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ? ഫസ്റ്റ് ഫ്ലൈറ്റ് ഹൗ ഡു യു ഫീൽ? ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. ഞാൻ 10 വട്ടം ചോദിക്കും. ഇത് കുറേ കണ്ടിട്ട് കണ്ടിരുന്നു. ഇപ്പൊ ഒന്നും പറയാനില്ല. എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കും. ഇതൊക്കെ വരും, ഫുള്ള് വരും. അവിടെ അടുത്തേക്ക് നമുക്ക് പിന്നെ വരാം. ഇതല്ല സുഖമുണ്ട് സ്വിച്ച് ചെയ്യാൻ. പിന്നെ പറയാ അനസെവിടെ? ആ അത് ശരി. ആടെ കള്ള വ്ളോഗാണ് അവിടെ. ഇവിടെ വ്ളോഗാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവൻ്റെയും ഫസ്റ്റ് വ്ളോഗാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. പറയും, ഹൗ ഡു യു ഫീൽ? പറയും. സോ എക്സൈറ്റഡ് ആണ്. അത് തന്നെയാണ്. പേടിയുണ്ട് ചെറുതായിട്ട്. പേടിയോ? പേടി. ഫ്ലൈറ്റ് കയറുമ്പോൾ ബെൽറ്റും നമ്മളെ ബെൽറ്റും ഓരോ ബെൽറ്റും കണക്ട് ചെയ്യാറില്ലേ? അറിയാം. സെറ്റാണല്ലേ? അടി ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം പറയാനില്ല, കണിക്കുന്നുണ്ട്. എന്താ? നമുക്ക് ക്യൂബിത്തിൻ്റെ അടുത്തേക്ക് പോയേക്കാം. ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ? പറയൂ, ഹൗ ഡു യു ഫീൽ? ക്യൂബിത്തിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. 4ാമത്തെ ആള്. ബാക്കി 3 കഴിഞ്ഞു. നീ പറയും. അത് പറഞ്ഞില്ല. എനിക്കെന്താ പറയണ്ട അറിയില്ല. പറയും. ഉള്ളിലുള്ള പറഞ്ഞോ. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇന്റർനാഷണൽ ആയതിൽ നല്ല ഹാപ്പി. ഞാൻ ഫാൻഡാക്കോടെ ജോയിൻ ചെയ്തതിൽ സന്തോഷം. ഗ്രേറ്റ്ഫുൾ ആണ്. വളരെ. സംഭവം എന്താ അറിയോ, ഈ ട്രിപ്പ് 2 മാസം മുന്നേ നടക്കണ്ടേന്നാ പറഞ്ഞേ. പിന്നെ മൊയ്മീൻഖാന്റെ കാലം കൊടിഞ്ഞപ്പോ അതെന്തോ ഭാഗ്യത്തിനാണ് അല്ലേ?
അത് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അവർ പോയി വന്നതിന് ശേഷം ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഞാൻ അതിൽ സന്തോഷിക്കുന്നുണ്ടെന്നല്ല, എനിക്ക് ഫ്ലൈറ്റ് എനിക്ക് അങ്ങനെ പഠിച്ചോൻ ചാൻസ് തന്നു. തന്നതിൽ സന്തോഷമുണ്ട്, അല്ലാണ്ട് മുൻകാരുടെ കാലോടിഞ്ഞില്ല. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതാണ് എനിക്ക് വിൻഡോ സീറ്റ് തരണം. ആലോചിക്കാം. ഞങ്ങൾ ഒരേ സീറ്റ്, പക്ഷെ വിൻഡോ സീറ്റ് ഞാൻ കൊടുക്കില്ല. ഞങ്ങൾ 50-50 ഇട്ടതാ. അല്ല അവിടെ എന്തായി? ഇല്ലല്ല, പുറത്താക്കൊന്നുമില്ല. തീരുമാനമാകുമ്പോൾ പറയാം ഗൈസ്. ബൈ. ബാക്കി കാണാം. നമ്മളെന്ത് വർക്കില്ല? നമ്മൾ ഈ ട്രിപ്പിൽ സംസാരിക്കേണ്ട കുറേ കാര്യങ്ങളില്ലേ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രസൻറ്റേഷൻ ഫോർമാറ്റിലേക്ക് ആക്കുക. ഇതാണ് നമ്മുടെ കമ്പനീൻ്റെ ഈ ഒരു കൊല്ലത്തെ ടീമിൻ്റെ എനർജി ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഇൻഷാല്ലാ കത്തട്ടെ, കത്തണം, ആളി കത്തണം. അങ്ങനെയൊക്കെയാണ് കമ്പനികൾ കത്തിക്കല് അല്ലേ? നേരത്തെ എയർപോർട്ടിൻ്റെ അവിടെ മുമ്പ് വിളിച്ചപ്പോൾ നിങ്ങൾ ആരെ കൊണ്ടുപോകണം? മൊയിലാളി ഓഫീസ് ട്രിപ്പൊക്കെ പോലെ അതുപോലെ ട്രിപ്പാന്ന് പറഞ്ഞപ്പോൾ റിസപ്ഷനില്ലേ ഇപ്പറേ അന്തം വിട്ടിന്. എവിടുത്തെ റിസപ്ഷൻ? നമ്മളവിടുന്ന് അവിടുത്തെ ഒരാളായിട്ട് നമ്മൾ ഇത് സംസാരിച്ചല്ലോ. ഫസ്റ്റ് ചെക്കിങ് ചെയ്ത് രണ്ടാമത്തെ ചെക്കിങ് ചെയ്തപ്പോൾ അവിടുന്ന് വരുന്നു. അതെങ്ങനെയാണ്? എന്താ പറയാ ലെഗ് സ്പേസ് ഇല്ല എന്ന് പറയണത്. സ്പേസ് ഇല്ല, പോരാ. ഷിപ്പിനോടെ ആക്ക് കൊടുങ്ങി കഴിച്ചു. തിരി നല്ല ഇഷ്ടത്തിൽ കയറി നിൽക്കാനും പറ്റില്ല. അതെൻ്റെ ബസ്സല്ല. എന്ത് സീറ്റിന് അടി ഉണ്ടാക്കിയേ? അതായത് അത് സ്ക്രിപ്റ്റഡേ കയറാം. സോറി, ഞാൻ തിരിഞ്ഞ വ്ളോഗ് എടുക്കിയിരുന്നു. നമ്മുടെ നമ്പർ എത്ര അനുസാൻ? ബാക്കിലോ? ഓ 15 എത്തിയില്ലേ? നമുക്ക് ശരിക്കും ബാക്ക് കൂടി കയറിയാൽ മതിയായിരുന്നു. ആ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മളിരുന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ കിടന്നിറങ്ങാൻ സമയം ഉണ്ടാവില്ല. എല്ലാവരും അവിടെ ഉണ്ട്. CEO ചുമ്മാ അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തരും. കാരണം ഫ്ലൈറ്റ് അല്ലേ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്നുറങ്ങിയിട്ട് ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്. എഡിറ്റിങ്ങിലാണ്. ട്രെയിനാണ്, ബസ്സിനാണ്. സീരിയസ്ലി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ വീഡിയോഗ്രാഫർ കം ഫോട്ടോഗ്രാഫർ, നമ്മുടെ എല്ലാ ഗ്രാഫറും ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നു. And we have a full flight today. ചോര കണ്ടിട്ട് തുടക്കം. നാവ് മൊത്തം ചോര. Place your own mask first before assisting others under your care. Your life vest is under your seat. To use it, flip it over your head like this, on the waistband, and pull it tight. At the നല്ല exit ബ്ലഡ് ഉണ്ട്. in the aircraft, pull the red tag to inflate life vest. ഇപ്പൊ ചെറുതായിട്ട് പേടിയാവുണ്ട്. Do not inflate your life vest until you are at the exit. കേറിയാ ഔട്ടായാ? Slow down the evacuation flow. ഓക്കെ. Please note where the emergency ഗൈസ്, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുത്തു. are located. ഫ്ലൈറ്റ് പോകുന്നതിന് മുന്നേ They are being pointed.
നമ്മൾ ആകാശത്താണോ? നമ്മൾ ആകാശത്താണ്. അങ്ങനെ വണ്ടിയിൽ മഴ പെയ്തപ്പോൾ ലീക്ക് ആയിക്കണ്. വെള്ളം ഇട്ടിട്ടുണ്ട്, മൊത്തത്തിൽ ലീക്ക് ആയിക്കണ വണ്ടി. എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് കൊള്ളാം. വെള്ളം ലീക്ക് ആയിട്ടുണ്ട്. നമ്മളെല്ലാം എടുക്കും. മഴ ചെയ്തപ്പോൾ വണ്ടി ലീക്കായ മഴ ചെയ്തപ്പോൾ വണ്ടി ലീക്കായ പഴയ KSRTC വണ്ടി ആയതുകൊണ്ട് നല്ല ലീക്കേജ് ആണ്. എടുത്ത് കൊണ്ടുപോകണമെന്നൊക്കെ ഭയങ്കര ചൂടാണ്. ആ ആകെ സീനായി മക്കളെ. എൻ്റെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചാ, മുഖത്തേക്ക് ലൈറ്റ് അടിച്ചാ. ഫ്ലൈറ്റ് കടന്നു അല്ല, സോറി ചാടുന്നതല്ല, വെള്ളം ഇതൊക്കെ പറയണ പഠിച്ചോനെ. ലീക്കായി, ഫ്ലൈറ്റ് ലീക്കായതല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വാട്ടർ ബോട്ടിൽ ഉണ്ട്, ആരോ ലീക്കായി, ആകെ വിഷയമായി. ആ ഒരു അപ്ഡേഷൻ തരാൻ വന്നാണ്. ബൈ. സമയം എത്രയും ഒരു മണി. ഫുഡ് എത്തി ഗൈസ്. നമുക്ക് അവിടെ ഭയങ്കര ഗെയിം കളിയാണ്. ലുഡോ. ഇത് മറ്റേ ഇതിത്തെ ആളാണ്, നമ്മളെ BTS മറ്റേ പട്ടാരനാണ്. ശരി, നമുക്ക് കൊറിയൻ ലുക്ക് എന്നുള്ള സാധനം നമുക്ക് അറിയുള്ളൂ. നല്ലൊരു ചങ്ങായി. നമ്മളെ ഫുഡ് എത്തുമ്പോൾ താങ്ക് യു. സുഹൃത്തുക്കളെ, നമുക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, സാത്താൻ്റെ ചിക്കൻ ബിരിയാണി. പേസ്റ്റാ അതാ ഇതിനിട്ട് ഇതാക്കാം. എനിക്കൊക്കെ സൂപ്പർ ആട്ടോ, എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ? കൊളത്തൂർ എവിടെ? എന്നാന്നറിയോ, എൻ്റെ പേരാണ് വിളിച്ചത്, പക്ഷെ എൻ്റെ പേര് അനസ് എന്നല്ല അതിനകത്ത് കിടക്കുന്നത്. എൻ്റെ വീട്ടുപേര് കിടക്കണം എൻ്റെ അത്. അത് ആരാണ് കൺഫ്യൂഷൻ? സർനെയിം അടക്കണം. നിന്റെ കറക്റ്റ് പൊതിവായി, അതൊക്കെ പൊതിവായി. സൗന്ദര്യ